ഹലോ. അപ്പോൾ ഇന്ന് കണ്ണൂരിലും തലശ്ശേരിയിലുമൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 ഉള്ളി, 2 തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു 5 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മുടെ കുക്കറിലേക്ക് ബീഫിൻ്റെ കൂടെ തന്നെ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആ ഒരു പേസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ കൂടെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി അഥവാ ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് ഇറച്ചി മസാലപ്പൊടി കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി കൈകൊണ്ട് ഞവടിയെടുക്കുന്നുണ്ട്. ശേഷം കുക്കറിൻ്റെ മൂടിയിട്ട് കുക്കർ അടുപ്പിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ കുക്കർ അവിടുന്ന് റെഡിയാവട്ടെ. അതിലേക്ക് ആവശ്യമുള്ള അരി നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പാട്ടയിലാണ് അരി എടുക്കുന്നത്. ഇത് 1 കിലോ അരിയാണ്. 1 കിലോ അരി ഈ പാട്ടയിൽ എടുക്കാൻ കാരണം വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ അരിയൊക്കെ കഴുകി അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ കുക്കർ ഇതാ അടുപ്പത്ത് നിന്ന് വിസിൽ വരുന്നുണ്ട്. ശേഷം നമ്മളൊരു ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഗ്യാസിലേക്ക് ഇതൊക്കെ മിക്സ് ചെയ്യുവാൻ വേണ്ടി ഒരു ചെമ്പ് വെക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ചെമ്പ് വെക്കണം. ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതിലേക്ക് പശു നെയ്യ് ഉണ്ടെങ്കിൽ പശു നെയ്യ് ഒഴിക്കുക. അതല്ല നിങ്ങളുടെ കയ്യിൽ പശു നെയ്യ് ഇല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഒഴിക്കുക. പശു നെയ്യ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലിപ്പോൾ പശു നെയ്യ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒഴിക്കാത്തത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കണം. ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി വന്നാൽ ഗ്രാമ്പു, പട്ട, ഏലക്കായ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ഒരു പാട്ട അരിക്ക് വേണ്ടത് 1.5 പാട്ട വെള്ളമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ കാര്യം മറന്നു പോകരുത്. അത് മാത്രമേ ഈ ചോറ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഒരു പാട്ട അരിയാണെങ്കിൽ 1.5 പാട്ട വെള്ളം വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതാ 1.5 പാട്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളവരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി അതായത് ബിരിയാണി മസാലപ്പൊടി കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം വെള്ളം നന്നായി തിളവരാൻ തുടങ്ങും. ശേഷം വെള്ളം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടികളൊക്കെ വെള്ളത്തിലേക്ക് മിക്സ് ആകും വിധം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വെള്ളം തിളക്കുന്നത് വരെ കാത്തു നിൽക്കേണ്ടതാണ്. അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഇവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ടാകും. അതിൽ നിന്നും ഇതിലേക്ക് മാറ്റേണ്ടതാണ്. നമ്മളിപ്പം വെച്ച് ചെമ്പിലേക്ക് ഉള്ളത് നമ്മൾ തട്ടിക്കൊടുത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് നന്നായി യോജിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ച് മൂടി വെക്കാവുന്നതാണ്. ഇനി ഇത് ഒരു തിള വരുന്നതിന് ശേഷം തുറന്ന് നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ഇപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായി തിള വന്നിട്ട്
കുറച്ച് വെള്ളം വറ്റിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള രീതിയിലേക്ക് നമ്മുടെ ചോറ് സെറ്റാവുന്നതാണ്. ശേഷം നന്നായി ഒന്ന് യോജിപ്പിച്ച് എടുത്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അരി നന്നായി വെന്തിട്ടുണ്ടോ, ഉപ്പുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് മൂടി വെച്ച് പിന്നെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അടിപൊളി ഐറ്റമാണ്. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.